മാത്യു സാമുവലിനെതിരായ പോലീസ് കേസ് വിദ്വേഷ പ്രചാരകരെ കയ്യാമം വെക്കുമോ? കേരളത്തിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷ, മുസ്ലിം വിരുദ്ധ, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചരണങ്ങളുടെ ഒരു ഉൽപാദകനാണ് യഥാർത്ഥത്തിൽ ഈ മാത്യു സാമുവൽ എന്ന യൂട്യൂബർ. അദ്ദേഹം നിരന്തരമായിട്ട് ഈ മുസ്ലിം സമുദായത്തെ വർഗീയമായി വിഷലിപ്തമായ പ്രചരണങ്ങൾ അദ്ദേഹത്തിന്റെ ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചാനൽ നോക്കുന്നത് നമുക്ക് ആർക്കും തോന്നുന്ന കാര്യമാണ്. വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണമാണ് ഈ ചാനലിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വിദ്വേഷ പ്രചരണം നടത്തുക മാത്രമല്ല, എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ, നിയമ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തനിക്കൊക്കെ നടപടിയെടുക്കാൻ ആര് ഉണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മാത്യു സാമുവൽ ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇവിടുത്തെ മാർക്കറ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന് റീച്ച് ഉണ്ടാവണമെങ്കിൽ, അത് ആളുകൾ ഷെയർ ചെയ്യണമെങ്കിൽ, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ, അതിന് നിത്യേന ആ കണ്ടന്റിന്റെ ആളുകളെ കിട്ടണമെങ്കിൽ, അദ്ദേഹം ഉൽപ്പാദിക്കപ്പെടുന്ന കണ്ടന്റുകൾക്ക് ആളുകളെ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചരണമാണ്, വർഗീയ പ്രചരണമാണ്. ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിച്ച് അത് തന്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്താലാണ് തനിക്ക് നിരന്തരമായിട്ട് ഇത്തരം ആളുകളുടെ വ്യൂസ് കിട്ടൂ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ തുടർന്നു കൊണ്ടാണ് വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണം അദ്ദേഹം തുടങ്ങിയിട്ടുള്ളതും അത് തുടർന്നു പോകുന്നുള്ളതും. കാരണം ഇവിടെ യൂട്യൂബ് ചാനലുകൾക്ക് റീച്ച് ഉണ്ടാവണമെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തണമെന്നുള്ള ഒരു സാഹചര്യമാണ്. അത് മറുനാടൻ മലയാളി ആയാലും ABC മലയാളമായാലും ഈ മാത്യു സാമുവൽ ആയാലും എല്ലാവരും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്. അതല്ലാതെ നൂറുകണക്കിന് ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന യൂട്യൂബ് ചാനലുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈരാറ്റുപേട്ടയെ ഭീകരവാദത്തിന്റെ ആസ്ഥാനമാണെന്ന് വിളിച്ചുകൊണ്ട് അതിനെ ബോയ്ക്കോട്ട് ചെയ്യണമെന്നും അതിനെ ഒറ്റപ്പെടുത്തണമെന്നും ആ ഒരു പ്രദേശത്ത് തന്നെ വലിയ രീതിയിൽ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം നടത്തിയത്. ഇതിനെതിരെയാണ് DYFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് ഇങ്ങനെ തുടങ്ങിയ PDP തുടങ്ങിയ സർവ്വ സംഘടനകൾ പരാതി കൊടുത്തിട്ടുള്ളത്. DYFIയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരള പോലീസിന്, കേരള സർക്കാരിന് പൈസയില്ല, ഞാനിപ്പോ നിലവിൽ അമേരിക്കയിലാണുള്ളത്, എന്നെ തേടി ഇങ്ങോട്ട് വന്നിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് വരാം, അവർക്ക് പോലീസിനുള്ള ചെലവിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കാം, അങ്ങനെ ഇതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് അതിനുശേഷം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നുള്ളത് കൃത്യമായിട്ടുള്ള ഈ വംശഹത്യയുടെ ഭാഗ്യമായിട്ട് ഒരു വംശീയമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്യു സാമുവലിനെ പോലെയുള്ള, മറുനാടൻ മലയാളിയെ പോലെയുള്ള ഇങ്ങനെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതിനായി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ഇതിന് ഒരുപാട് ആസ്വാദകരുണ്ട്. ഓരോ ദിവസവും നിരന്തരമായിട്ട് മുസ്ലിം കേന്ദ്രങ്ങളെ, മുസ്ലിം പേരുകാരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവഹേളിച്ചുകൊണ്ട്, അപമതിച്ചുകൊണ്ട് അവർ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മദ്രസാ പഠനവും അവരുടെ താടിയും അവരുടെ തൊപ്പിയും അവരുടെ വസ്ത്രവും അടക്കം പ്രശ്നങ്ങളാണ് എന്നും നിരന്തരമായി ഇത്തരം കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ ഒരു വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് ആ വെറുപ്പിന്റെ ആസ്വാദകരെ തന്റെ കൃത്യമായിട്ടുള്ള കാഴ്ചക്കാരായി നിലനിർത്തുക എന്നുള്ള കാര്യമാണ് മാത്യു സാമുവൽ അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകുന്നത്. ഈരാറ്റുപേട്ടയെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈരാറ്റുപേട്ടയെ ബോയ്ക്കോട്ട് ചെയ്യണം, അവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് പകരം നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് അതിന്റെ പകരമായിട്ട് നിങ്ങൾക്ക് പോകാൻ അവിടെ സ്ഥാപനങ്ങൾ മറ്റൊരിടത്ത് കൂടി അതിന്റെ ഓഫീസുകളെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടണം. നിങ്ങൾ അവിടത്തേക്ക് യാത്ര ചെയ്യരുത്, അവിടുത്തെ കടകളിലേക്ക് ചെല്ലരുത്, പകരം നിങ്ങൾ കോട്ടയത്തേക്കും പാലായിലേക്കും പോകണം. ഇങ്ങനെ തുടങ്ങിയ വർഗീയമായ വംശീയമായ ഒരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് യഥാർത്ഥത്തിൽ മാത്യു സാമുവൽ എന്നുള്ള ഈ ഒരു പ്രസംഗി യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. വളരെ കാലമായിട്ട് അദ്ദേഹം പിന്തുടർന്നു പോകുന്നതാണ്. കേന്ദ്രത്തിലുള്ള സാഹചര്യങ്ങൾ മാറിയതും
രാജ്യമെമ്പാടുമുള്ള ഇസ്ലാമിക് വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ അന്തരീക്ഷങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളതും കേരള സംസ്ഥാനത്തും PC ജോർജിനെ പോലെയുള്ള ആളുകൾ നിരന്തരമായി വംശീയമായി വർഗീയമായി പ്രചരണം നടത്തുന്നതും മറുനാടൻ അടക്കമുള്ള ചാനലുകൾക്ക് ഇതിന് വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പും അതുപോലെ തന്നെ കാഴ്ചക്കാരും ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ഈ മാത്യു സാമുവലിനെ പോലെയുള്ള ആളുകളും മാത്യു സാമുവലിനെ പോലെയുള്ള പ്രസംഗികളും ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ വിളവെടുക്കുന്നവരാണ് ഇവരൊക്കെയും. ഇപ്പോഴേ ഈ അടുത്ത കേസിൽ തുടർ നടപടികൾ എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങും. അദ്ദേഹം നിലവിൽ ഇന്ത്യ രാജ്യത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവിധ പിന്തുണയും നിലവിൽ സംഘപരിവാരത്തിന് നിന്നും അതുപോലെ തന്നെ കാസയടക്കമുള്ള ഈ തീവ്ര ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അടുത്തു നിന്നും ഇദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരായ മറ്റു നടപടികൾ എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു വിഷയത്തിലെങ്കിലും ഡിവൈഎഫ്ഐ പരാതിയുമായിട്ട് രംഗത്ത് വന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. എങ്കിൽ പോലും നിരന്തരമായ വർഗീയമായ പ്രചരണങ്ങൾ നടത്തുന്ന ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ, യൂട്യൂബ് ചാനലുകളെയൊക്കെ നിലക്കു നിർത്താൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ പല സംഭവങ്ങളിലും കൃത്യമായിട്ടുള്ള പരാതികൾ കിട്ടിയാൽ പോലും കേസെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതും. അതുകൂടാതെ തന്നെ ഇത്തരം മുസ്ലിം വിരുദ്ധമായ വിദ്വേഷമായ കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന, വർഗീയ പ്രചരണം നടത്തുന്ന, വിദ്വേഷ പ്രചരണം നടത്തുന്ന, നുണപ്രചരണം നടത്തുന്ന ചാനലുകളെയും അത്തരം കണ്ടന്റുകളെയും നിരന്തരം മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്, ബന്ധപ്പെട്ട നിയമവ്യവസ്ഥക്ക് മുമ്പിലും അവരെ എത്തിക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് കൂടി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു വഴിയിൽ കൃത്യമായിട്ട് ഈ മുസ്ലിം സമുദായ സംഘടനകളും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അതിന്റെ നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട ആളുകളും കൃത്യമായി പണിയെടുത്താലല്ലാതെ ഇത് നിലക്ക് നിർത്താൻ സാധിക്കുകയില്ല. അല്ലാത്ത പക്ഷം ആളുകൾക്കിടയിൽ വംശീയമായ വളരെ വലിയ രീതിയിലുള്ള വംശഹത്യ സ്വഭാവത്തിലേക്ക്, വംശീയമായ ചിന്തിക്കുന്ന തരത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നതിനുള്ള ഉൽപാദനങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധമായ ഇത്തരം കണ്ടന്റുകളിലൂടെ മാത്യു സാമുവൽ അടക്കം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത.